സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ കണക്കുകൾ പുറത്തുവിട്ട സംസ്ഥാന ആരോഗ്യവകുപ്പ് ഈ വർഷം 41 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 18 ആക്റ്റീവ് കേസുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ 5 ജില്ലകളിലാണ് രോഗബാധ. ശനി, ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനാണ് തീരുമാനം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഒരല്പം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തുവരുന്നത്. എന്തായാലും എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിലവിൽ പദ്ധതിയിടുന്നത്? രോഹിണി, ഇന്ന് ചേർന്ന ഉന്നത സമിതി യോഗത്തിലാണ്, അതായത് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചേർന്ന യോഗത്തിലാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കണക്കുകൾ ശകലം ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വർഷം മാത്രം 41 കേസുകൾ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു എന്നതാണ്. അതിൽ 18 ആക്റ്റീവ് കേസുകൾ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ഈ രോഗികളുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യമുള്ളത്. എന്തായാലും വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ ബാക്ടീരിയ ഉണ്ടാകുന്നത് എന്നടക്കമുള്ള കാരണങ്ങളാണ് നേരത്തെയും സർക്കാർ ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ അതിനെ പിടിച്ചു കിട്ടുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ശനി, ഞായർ ദിവസങ്ങളിലെല്ലാം സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും അതോടൊപ്പം തന്നെ ജലാശയങ്ങളടക്കം ക്ലോറിനേറ്റ് ചെയ്യുക എന്നടക്കമുള്ള നീക്കങ്ങളുണ്ട്. മാത്രമല്ല കുട്ടികൾക്കടക്കം ഇത്തരത്തിൽ ഇറങ്ങുന്നതിന്, അതായത് ഈ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതിന് നിർദ്ദേശമുണ്ട്. ഉപയോഗശൂന്യമായി കിടക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ജലാശയങ്ങളുണ്ടെങ്കിൽ അവിടെയൊന്നും കുട്ടികൾ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി ഇറങ്ങാൻ പാടില്ല എന്നതടക്കമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഒരു നിലവിലെ സാഹചര്യത്തെ നോക്കിക്കാണേണ്ടത്. ഇത്തരത്തിൽ 41 പേർക്ക് ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു എന്നത് വലിയ ഗൗരവത്തോടു തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇതിനെ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനോ കഴിയുന്നില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും പല ജില്ലകളിലും അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെടുന്നവരുടെ എണ്ണം കൂടുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെയാണ് നിലവിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാണ് എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ രോഗബാധ പലയിടങ്ങളിലും കാണുന്നു. അതിൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ രോഗം പിടിപെടുന്നത് എന്നതാണ് ഏറ്റവും നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം കൂടി. എന്തായാലും ആരോഗ്യവകുപ്പ് ഉടനടി സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കിക്കാണ്ടത്. നിലവിൽ 41 കേസുകളിരിക്കുന്നു. 18 കേസുകൾ ആക്റ്റീവ് കേസുകളാണ്. ജില്ലകളുടെ അടക്കം കണക്കുകളും ആരോഗ്യവകുപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.